ഫയകൂനിൽ കുൻ 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 ഹുവ 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 മടവൂര്. വിധിമാല ചെല്ലുമ്പോ മുജാഹിദീങ്ങൾ സിപ്പാക്കും. എന്നോടേവകല്ലു ദേവൻ തൻ്റെകൾ ആകുന്നേ ഞാൻ ചൊൽകിൽ അകുമ്മതെന്നോവർ. ഓ ആവൂന്ന് മൂപ്പരങ്ങ് പറഞ്ഞാലങ്ങ് ആവും എന്നൊക്കെ പറഞ്ഞ ഔലിയാക്കളെ സിപ്പം എന്നാ കേട്ടോളി. ഇവിടെ അസറിൽ വന്നിട്ടുണ്ട് യാ അബ്ദി, അല്ല പറഞ്ഞതായിട്ട് യാ അബ്ദി എൻ്റെ അടിമേ, അന അഖൂലു ലിശൈഇ കുൻ ഫയകൂൻ, ഞാനൊരു വസ്തുവിനോട് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. അത്ഇനി, ഓ അടിമയെ നീ എനിക്ക് ശരിക്ക് ഭയപ്പെട്ട് ജീവിച്ചോ. അജ്അലുക, ഞാൻ നിന്നെ ആക്കിത്തരാ. തഖൂലു ലിശൈഇ കുൻ ഫയകൂൻ, നീ ഒരു സംഗതി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. ആ നിലക്ക് ഞാൻ നിന്നെ ആക്കിത്തരാമെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. സഹോദരന്മാരെ, നിങ്ങളിപ്പോ കേട്ടത് ആദ്യം മടവൂരാണ് പടച്ചവൻ, കുൻ ഫയക്കൂൻ എന്നുള്ള കഴിവ് പോലും മടവൂരിനുണ്ട്. അഥവാ ജസ്റ്റ് ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ഉണ്ടാകുന്നു. അത് റബ്ബു സുബ്ഹാനഹു തആലയുടെ ഖവാസാക്കപ്പെട്ട ഒരു കാര്യമാണ്, റബ്ബിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലെ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബഖറയിലെ 117-ാമത്തെ ആയത്തിൽ നമ്മൾക്ക് ഇത് കാണാൻ പറ്റും. മറിയം ബീബിയുമായി ബന്ധപ്പെട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പിതാവില്ലാതെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂറത്തുൽ ആലിമ്രാന്റെ 47-ാമത്തെ വചനത്തിലും സൂറത്തുൽ ആലിമ്രാന്റെ 59-ാമത്തെ വചനത്തിലും അതേപോലെ തന്നെ മറ്റു സൂറത്തുൽ നംലിന്റെ 16-ാമത്തെ അധ്യായം 40-ാമത്തെ വചനത്തിലും സൂറത്തുൽ മറിയമിന്റെ തന്നെ 35-ാമത്തെ അധ്യായത്തില് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ യാസീനില് 36-ാമത്തെ അധ്യായത്തില് 82-ാമത്തെ വചനം, സൂറത്തുൽ ഗാഫിറില് 40-ാമത്തെ അധ്യായത്തിൽ 68-ാമത്തെ വചനത്തിലെല്ലാം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖവാസാക്കപ്പെട്ട കാര്യം കുൻ ഫയക്കൂൻ, ഇതൊന്നും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല വ്യക്തമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ കഴിവ് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സമന്മാരെ സ്വീകരിച്ചു, അല്ലെങ്കിൽ അള്ളാഹു ശരീക്കിനെ സ്വീകരിച്ചു എന്നുള്ള രൂപത്തിലേക്കാണ് വരുന്നത്, പാർട്ട്ണറെ സ്വീകരിച്ചു. ഇനി അള്ളാഹുവിന്റെ മാത്രം ഖവാസാക്കപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽപ്പെട്ട ഒരു കാര്യമാണ് സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട്. ഇത് അള്ളാഹു അല്ലാത്ത വേറൊരാൾക്ക് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ശിർക്ക് വെച്ചു. അപ്പൊ ഇവിടെ പേരോട് തന്നെയാണ് ഈ ശിർക്കൻ വിശ്വാസം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അവര് ഗാനം എഴുതാനുള്ള കാരണം പേരോട് തന്നെയാണ്, പേരോടിന്റെ ഈ സംസാരങ്ങളാണ്. പേരോട് ഈ വക കാര്യങ്ങൾ ഇവര് മുഹീദ്ദീൻ മാലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് പേരോട് തന്നെ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഏതൊരു അസർ വന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പേരിൽ കളവാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിലൂടെ കാണാം, അല്ലെങ്കിൽ ഖുദുസി ആയിട്ടുള്ള ഹദീസിൽ കാണാം. അത് രണ്ടിലും ഇല്ല. അപ്പൊ ഇത് ആരോ ഒന്ന് കിതാബിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ എഴുതി വെച്ചത് വേറെ എന്തെങ്കിലും ആയിരിക്കാം, പക്ഷെ ഇവര് ആ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ച് പറയാണ്. ഈ രൂപത്തിൽ പഠിപ്പിച്ചത് കൊണ്ടാണ് ജനങ്ങൾ ഷിർക്കിലേക്ക് പോകുന്നുള്ള ഈ രൂപത്തിലേക്ക്, മടവൂരാണ് പടച്ചവൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരെ ആളുകൾ എത്താൻ കാരണം ഇത് തന്നെയാണ് കാരണം. ജനങ്ങളൊന്ന് എന്നിട്ട് ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, ഇവർക്കെതിരെ സംസാരിക്കുന്ന രൂപത്തിലൊക്കെ പോകും. ഇദ്ദേഹം വ്യക്തമായ രൂപത്തിൽ ഈ പേരോട് എന്ന് പറയുന്ന മനുഷ്യൻ ആളുകളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നുള്ളത്. സത്യം മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.